ഹിംകുലം 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 സിന്ദാബാദ്. കണ്ടില്ലേ, ആരൊക്കെ മാറ്റി നിർത്തിയാലും നമ്മുടെ സഖാവിൻ്റെ വിപ്ലവാത്മകമായ സിദ്ധാന്തമാണ് അന്നും ഇന്നും എന്നും ഈ നിമിഷവും നമ്മുടെ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത്. സഖാക്കൾക്ക് വല്ല പിടി കിട്ടിയോ? സഖാവിൻ്റെ സിദ്ധാന്തങ്ങളെ എല്ലാ സഖാക്കൾക്കും കാണാപ്പാടമാണ്. പക്ഷെ ഞാനായിട്ട് പറഞ്ഞേ അത് തെറ്റിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കന്നിയോട്ട് ചെയ്യുന്ന സഖാക്കൾക്ക് അതറിയില്ലല്ലോ. സഖാവിൻ്റെ നിശബ്ദതയാണ് സഖാവിൻ്റെ കരുത്ത്. അതുതന്നെയാണ് സഖാവിൻ്റെ സന്ദേശം. ഞാൻ നിങ്ങളെ പ്രത്യയശാസ്ത്രപരമായി ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വെട്ടി 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 നിരത്തൽ. നമ്മുടെ ലിസ്റ്റ് കണ്ടില്ലേ? ലോ താന്ത്രിക് ഡിം, ജനതാദൾ എസ് ഡിം, മറ്റ് വാലുവല്ല പാർട്ടികളെ ഡിം ഡിം ഡിം. കണ്ണ് കിട്ടാതിരിക്കാനേ ഒരു പാർട്ടി നമ്മുടെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ജയിച്ചാലല്ലേ? നമ്മുടെ സഹാക്കൾക്ക് പിടി കിട്ടിയോ? അതെ, ഞാൻ പണ്ട് തുടങ്ങി സഹാവിൻ്റെ ആളാ. ഇപ്പം കുറച്ചാളായിട്ടേ ചെറിയൊരു മൊറോട്ടറിയം. ഹോ, അബദ്ധമായോ? നിങ്ങളാരും ക്യാമറയിലൊന്നും പകർത്തുന്നില്ലല്ലോ. ദയവ് ചെയ്ത് ടി വിയിലൊന്നും വരത്തല്ലേ. എൻ്റെ ജീവിതത്തിലെ സർജിക്കൽ വാറായിരുന്നു. ഏതായാലും സഹാവിനൊന്ന് കണ്ടേക്കാം. ലാൽ സലാം സഖാവേ. ലാൽ സലാം. എന്തോ കാര്യമായിട്ടുള്ള എഴുത്തിലാണല്ലോ. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ നമ്മുടെ പ്രകടന പത്രിക തയ്യാറാക്കുകയായിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ പ്രകടന പത്രിക തയ്യാറാക്കുന്നത് ആരും അറിയാറില്ല. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ അതങ്ങോട്ട് എഴുതി വയ്ക്കും. ആരും ഒട്ട് ചോദിക്കാറുമില്ല, ഞാനൊന്നും പറയാറുമില്ല. എൻ്റെ ഒരു രസം. സത്യം പറഞ്ഞാലേ സഖാവിനെ എല്ലാവർക്കും പേടിയാ. അത് തന്നെയാ എന്റെയും പേടി. എന്തൊക്കെ പറഞ്ഞാലും സഖാവ് തന്നെയാ നമ്മുടെ പാർട്ടിയെ നയിക്കുന്നത്. അതെ, എന്നെ പരിഹസിക്കാൻ വേണ്ടി തന്നെ പാർട്ടി സെക്രട്ടേറിയറ്റ് പറഞ്ഞു വിട്ടതാണോ? ഇതാ സഖാവിന്റെ കുഴപ്പം. ഞാൻ പറഞ്ഞതേ വാക്യാർത്ഥത്തിലും വ്യംഗ്യാർത്ഥത്തിലും സഖാവിന്റെ കാലിക പ്രസക്തി തന്നെയാ. അല്ലാതെ കാലനെ പറ്റിയല്ലോ അല്ലേ? പിന്നെ പാർലമെന്റിൽ മത്സരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥികളുടെ സാധ്യത പട്ടിക സഖാവ് കണ്ടിരുന്നോ? ഓ, ഒന്നെങ്കിൽ ടി വിയിലൂടെ കാണാം, അല്ലെങ്കിൽ പത്രത്തിലൂടെ വായിക്കാം. അല്ലാതെ പിന്നെ ആര് കാണിച്ചു തരാനാ? സത്യം പറഞ്ഞാലേ അങ്ങയെ മനസ്സിൽ ധ്യാനിച്ച പാർട്ടി പാർലമെന്റ് മണ്ഡലം പങ്കുവച്ചത്. എനിക്ക് തന്നെ നന്നായിട്ടറിയാം. പറഞ്ഞോ. അത് പിന്നെ സഖാവിന്റെ സ്കൂളിലായിരുന്നല്ലോ എന്റെയും പഠിത്തം. കൊച്ചു മിടുക്കനാ ആശാൻ. വെറുതെ ഒന്നേ ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. പിന്നെ മുഖ്യമന്ത്രിയുടെ ഇലക്ഷൻ സോപ്പ് കൊള്ളാം, നല്ല പതയുണ്ട്. പക്ഷേ ഗുണമില്ലടോ. അത് ഏത് സോപ്പാ? ഓ, ഈ കൊല്ലം ജപ്തിയില്ലത്രേ. ആ തള്ള് ഇലക്ഷൻ തട്ടിപ്പാണെന്ന് എതിരാളികൾ പറഞ്ഞാലോ? തള്ളല്ലെന്നേ. പിന്നെ 2 ലക്ഷം രൂപ വരെയുള്ള കാർഷിക കടങ്ങൾ എഴുതി തള്ളാൻ കാർഷിക കടാശ്വാസ കമ്മീഷൻ തീരുമാനിച്ചു. കൃഷിനാശത്തിനുള്ള പരിഹാരത്തുക ഇരട്ടിയാക്കി. കായ്ഫലമുള്ള ജാതിക്കല്ലേ വില കൂടുതലേ. ഇപ്പോ UDF-ഉം NDA-യും കൂടി ഒന്നാം തരം ജാതി കൃഷി നടത്തുന്നുണ്ടല്ലോ. ഏതായാലും ഈ തവണ നമ്മൾ വരുമെന്നാ സർവേ. അപ്പോ നമ്മുടെ പത്രം വകയാവും സർവേ അല്ലേ? പഴയ ഉപ്പിയിൽ പഴയ വീഞ്ഞ്. സാറേ നമസ്കാരം. സാറേ എന്താ കുഞ്ഞേ? സാറേ, പാർട്ടി എപ്പോൾ വിളിച്ചാലും ജാഥയ്ക്കും മതിലിനും എല്ലാം ഞാൻ എപ്പോഴും തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിക്കാറുണ്ട്. ആഹാ, സഖാവാണല്ലേ. ഇരിക്കി. കുട്ടിക്ക് എന്താ വേണ്ടത്? അയ്യോ, വായിക്കാനൊന്നും സമയമില്ല. കുട്ടി എന്നെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. സാറേ, ഞാൻ പുറമ്പോക്കിലാണേ താമസം. വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടും ഭൂമിയൊക്കെ നൽകുന്നു ഇന്നത്തെ പേപ്പറിൽ കണ്ടിട്ട് വന്നതാ. എനിക്കൂടെ ഒന്ന് തരണം സാറേ. തരാലോ. ഇലക്ഷൻ കമ്മീഷനെ എപ്പോൾ വേണമെങ്കിലും ഇലക്ഷൻ പ്രഖ്യാപിക്കാം. പേപ്പർ ജോലിയൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ളൂ. കാത്തിരിക്കൂല്ലേ? അയ്യോ, അപ്പം അതുവരെ ഞാൻ എന്ത് ചെയ്യും? അതെനിക്കങ്ങനെ അറിയാം.
അത് കൊള്ളാം. നമ്മുടെ പാർട്ടിയെ ഭരിക്കുന്നതെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഞാനിങ്ങ് വന്നത്. ഞാനും ആ വിശ്വാസത്തിലാ ഇവിടെ ഇരിക്കുന്നതേ. സാറേ, എനിക്ക് ഭൂമിയില്ല, എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരണം. അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. നിയമം അനുവദിക്കുന്നത് ചെയ്യാൻ പറ്റൂ. ഇലക്ഷൻ കഴിയട്ടെ, വോട്ടൊക്കെ ചെയ്തിട്ടേ വായിങ്ങോട്ട്. സാറേ, ഞാനിപ്പോൾ ചേട്ടൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടുത്തെ കറണ്ട് ചാർജെങ്കിലും ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? അതങ്ങേ ഡൽഹി ചെന്ന് പറഞ്ഞാൽ മതി. സാർ, ഇങ്ങനെയൊക്കെയാണോ? അയ്യോ കുട്ടി, സങ്കടപ്പെടാൻ പറഞ്ഞതല്ല. അവിടുത്തെ AIP സർക്കാരേ 3 വർഷമായിട്ട് കറണ്ട് കാശ് കൂട്ടിയിട്ടില്ല. സാറേ, അപ്പം നമ്മുടെ പാർട്ടി ജനങ്ങളുടെ കൂടെ അല്ലേ? പിന്നെ അതിനല്ലേ നമ്മളെ ഇടയ്ക്ക് ജാഥയും അതിലൊക്കെ നടത്തുന്നത്. ആ ശരിയാ സാറേ, അങ്ങനെയെങ്കിലും എല്ലാവരെയും വഴി വെച്ചെങ്കിലും ഒന്നിച്ച് കാണാലോ. ആ, ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. എന്നിട്ടും ജനങ്ങൾ ഒന്നിച്ചില്ലെങ്കിലേ അടുത്ത മഴയ്ക്ക് ഡാമങ്ങട് തുറക്കും. അപ്പം കേരളത്തിലെ ജനങ്ങൾ എല്ലാം കൂടി ഒന്നിക്കും. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? നമസ്കാരം സാർ. സാർ, ഇത് ഞാൻ അപ്സര. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. താങ്ക് യു സാർ. സാർ, സാർ പറഞ്ഞതുപോലെ ഞാൻ EVM കൊണ്ടുവന്നിട്ടുണ്ട്. പ്രകടന പത്രിക ഇറക്കുന്നതിന് മുമ്പ് സാർ ഇതിന്റെ പ്രവർത്തനമൊക്കെ ഒന്ന് പഠിക്കൂ. താങ്ക് യു. ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് പഠിക്കുന്ന കൂട്ടത്തിലാണ്. ഐ ആം എ ബ്രില്യന്റ് ബോയ്. പ്രധാനമന്ത്രിക്കിട്ടൊരു പണി കൊടുക്കണം. ഐ നോ വെരി വെൽ സാർ. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അതറിയാം. ആ സാർ, പ്രധാനമന്ത്രിയുടെ പാർട്ടി പരിവർത്തന യാത്രയിലാണ്. പരിവർത്തനം? അതായത് മാറ്റത്തിന്റെ യാത്ര. ആരെ മാറ്റാൻ? അവരല്ലേ മാറേണ്ടത്. ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, നമ്മൾ മാറ്റും. കേരളത്തിലാണെങ്കിൽ ഭരണ പാർട്ടിക്കാരുടെ കേരള സംരക്ഷണ യാത്രയിൽ 2 നേതാക്കൾ 2 വശത്തു നിന്നാണ് യാത്ര നയിച്ചത്. പ്രധാനമന്ത്രിയുടെ പരാക്രമ യാത്രയോ? പരാക്രമമല്ല സാർ, പരിവർത്തനം. അതും 4 നേതാക്കൾ 4 വശങ്ങളിൽ നിന്ന്. ജനശ്രദ്ധ കൂടും, വോട്ടും അറിയും. ഓഹോ, അപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്യണമല്ലോ. നമുക്കൊരു മിന്നൽ ജാഥ നടത്തിയാലോ? ഒരു മിന്നൽ ഹർത്താൽ നടത്തിയതിന്റെ പേരിൽ യൂത്തന്മാർ കോടതിയിൽ അടിപേടിച്ചിരിക്കുക. പിന്നെ എന്ത് ചെയ്യും? ആട്ടെ, കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഇലക്ഷൻ സൂത്രം എന്താണ്? കാർഷിക വായ്പയിൽ ജപ്തി നടപടികൾ ഒഴിവാക്കിയില്ലേ? നമുക്കതൊരു അടിയാ. ഡോൺ വെറി ലടുക്കി. അവർ ഈ ജപ്തി നടപടികൾ 1 വർഷത്തേക്കല്ലേ ഒഴിവാക്കിയത്. നമ്മളൊരു 10 വർഷത്തേക്ക് അതില്ല എന്നങ്ങ് പ്രഖ്യാപിക്കണം. ഭരണം ഒന്ന് കിട്ടിക്കോട്ടെ. വല്ലതും നടക്കുവോ? ഇവള് തുടുത്തൊരുങ്ങി എവിടെ പോണത്? എല്ലാ ദിവസവും ഉണ്ടല്ലോ അത്. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നിക്കടേടെ, കുറെ ദിവസം ഉണ്ടല്ലോ നീ എല്ലാ ദിവസവും ഇങ്ങനെ ഉടുത്തൊരുങ്ങി അങ്ങ് പോണത്. സത്യം പാടി ആരോടൊക്കെ അങ്ങ് പാടി. ആ പോയോ? എടി സീമേ, ഞാനത് തമാശക്ക് കെട്ടി തൂക്കിന്നും പറഞ്ഞ് എന്നോട് വഴക്കിട്ട് നടക്കല്ലേടി. ഒരുപാട് വിഷമൂട്ടി. ആഹാ, വാ കെട്ടിപ്പിടി. സ്വർണ്ണാണോ? ദൈവമേ, അങ്ങാരുടെ കൂടെ നടന്നപ്പോഴൊന്നും ഒരു സ്വർണ്ണം ഇട്ട് നടക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. സ്വർണ്ണം ആയാൽ മതിയായിരുന്നു. സ്വർണം കണ്ടപ്പോൾ അവൾക്ക് എന്തൊരു സ്നേഹം. ഇതിന് 10 രൂപ സ്നേഹം എന്നോട് കാണിച്ചിട്ടില്ലല്ലോ. എന്നാലും ഇവളിത് എവിടെ പോയത്? കണ്ടുപിടിച്ചിട്ട് കാര്യം. അതേനെ, അസംഘടിത തൊഴിലാളികൾക്ക് 3000 രൂപ പെൻഷൻ കിട്ടിയ ചേച്ചി അറിഞ്ഞില്ലേ? പിന്നല്ലാതെ നമ്മുടെ പ്രധാനമന്ത്രി ഒരു വാക്കുപോലും ചുമ്മാ പറയില്ല. ആ ആ സീമരിക്ക് ചേച്ചി, ഇക്കൊല്ലം ജപ്തിയില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് കേട്ടല്ലോ. എൻ്റെ കാര്യത്തിലൊന്ന് ഇടപെടാവോ ചേച്ചി? ദേ സീമേ, കാര്യം നമ്മൾ പരിചയക്കാരൊക്കെയാ. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഒരു കാര്യം എന്നോട് പറയരുത്. 3.5 കോടി ജനങ്ങളെയും പറ്റിച്ചുകൊണ്ടിരിക്കുക. അതെ, ഈ സർക്കാരിൻ്റെ ഒരു വാക്കും വിശ്വസിക്കരുത്. കാർഷിക കടാശ്വാസ നിയമം നടപ്പാക്കുന്നു ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞായിരുന്നു. ചേട്ടനാണെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൊരു വാഴക്കൃഷിയും കന്നുകൃഷിയും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചേട്ടൻ അങ്ങ് പോയി. സംസ്ഥാന സർക്കാരിൽ നിന്ന് സഹായം ഒന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ കേന്ദ്രത്തിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാം. അക്കാര്യം ഞാൻ ഏറ്റു. നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം. പ്രണാമം. പ്രണാമം. ചേട്ടനും ഉണ്ടായിരുന്നോ? മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ പാടിയാണല്ലോ വരുന്നത്. ഇന്ന് കലാഭവൻ മണിയുടെ 3ാം ചരമവാർഷികമാണല്ലോ.
അദ്ദേഹം ഒരു കൃഷിക്കാരനായിരുന്നില്ലെങ്കിലും കൃഷിയുടെ ചൂരുള്ള ഒരുപാട് പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. അതുകൊണ്ട് പാടിയെന്നേ ഉള്ളൂ. എനിക്കേ അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചേച്ചിക്ക് എന്താ വട്ടായോ? ദേ അനാവശ്യം പറയരുത്. എൻ്റെ പെരുമാറ്റം കണ്ടാൽ അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും എനിക്കിത് ഒരു കുഴപ്പമില്ല. ഒറ്റയ്ക്കോ? അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നിന്റെ ഭർത്താവോ? എന്താ ചേച്ചി പറയുന്നേ? അങ്ങേര് പോയില്ലേ? എൻ്റെ കെട്ടവും കെട്ടി തൂങ്ങി ചത്തിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയില്ലേ ചേച്ചി? നിനക്കെന്താ വട്ടായോ? നിർത്തരുത്. നിങ്ങൾ രണ്ടുപേരും വട്ടാവണ്ട. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ശരിയാണ്. ചേച്ചിക്ക് എന്നെ കാണാൻ പറ്റും, ഇവക്ക് എന്നെ കാണാൻ പറ്റില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇവക്ക് എൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും. അല്ലേ സീമേ? അയ്യോ എൻ്റെ ചേട്ടൻ്റെ ശബ്ദം. ചേട്ടാ അങ്ങനെ എൻ്റെ പുറകെ കൂടിയേക്കുവോ ചേച്ചി? ആഹാ, ഞാൻ നിന്റെ പുറകെ കൂടാതെ പിന്നെ വേറെ ആരുടെ പുറകെ കൂടെ ഓടി? എന്താ ഇത്? എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്? ചേച്ചി ഇതാണ് കുഴപ്പം. കർഷകനായ ഞാൻ ചെറുതായിട്ട് ഒന്ന് തൂങ്ങി. ഇവള് പറയുന്ന ഇപ്പം ഞാൻ വടിയായിരുന്ന. ചേച്ചി പറ, ഞാനിവിടെ ഇരിപ്പില്ലേ? ജീവിച്ചിരിപ്പില്ലേ? ഞാൻ ഉണ്ട്, ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. ഉണ്ടോ ചേച്ചി? ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റത്തില്ലേ? ശുഭേച്ചി, ഇവള് ശരിക്കും എന്നെ മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി പറയണത്. ഓ ഒന്ന് നിർത്തിക്കേ. ഇതിലും നല്ലതേ പ്രധാനമന്ത്രിയുടെയും ഷാജിയുടെയും വ്യോമസേനാധിപന്റെയും കമന്ററി കേൾക്കുന്നതാ. ഇത്രയും കൺഫ്യൂഷൻ ഇല്ലല്ലേ? ഇത്രയും കൺഫ്യൂഷൻ എന്തായാലും ഇല്ല. ഇത്തവണ എങ്ങനെയാ തെരഞ്ഞെടുപ്പ് കൃഷിക്ക് ഇറങ്ങുന്നില്ലേ? ഇറങ്ങാതെ പിന്നെ ഈ തട്ടിപ്പ് സർക്കാരിനെ അറബിക്കടലിൽ ഒഴുക്കാതെ ഞങ്ങളുടെ പാർട്ടിക്ക് വിശ്രമമില്ല. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒന്നും വിചാരിക്കരുത്, മൊത്തം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ്. ശരിക്കും എത്ര പാകിസ്ഥാൻകാരെ നമ്മൾ കമ്പോസ്റ്റാക്കി? അതൊക്കെ ഞങ്ങളുടെ പ്രസിഡന്റ് പറയും. അല്ല, ഇപ്പോഴത്തെ സ്കോറൊന്നറിയാമെന്ന് വിചാരിച്ചായിരുന്നേ. അല്ല, ഇവളെന്താ ഇവിടെ? നീ എന്താ ഇവിടെ? എടി സീമ, നീ എന്താ ഇവിടെ? ഞാൻ കാർഷികോടാശ്വാസം തേടി വന്നതാ. കൊടുക്കരുത്. സർക്കാരിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം ലോണൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവക്ക് സ്വർണം മേടിക്കാനും ഉത്സവത്തിന് പോകാനും പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടാണ് സർവ്വത്രയും ചിലവാക്കിയത്. ചേച്ചി 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 എന്താണ് ചിരിക്കുന്നേ? ശരിയാണല്ലോ, ഞാൻ എന്തിനാ ചിരിക്കണേ? അതെ, എല്ലാരും ഭ്രാന്താക്കുന്ന ആളാ ഞാൻ. എന്നെ നിങ്ങൾ രണ്ടാളും കൂടി ഭ്രാന്താക്കരുത്. ചേച്ചി, ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞല്ലേ. വിധവയായ എന്നെ എന്താ ചേച്ചി മനസ്സിലാക്കാത്തെ? ഇവളല്ലേ തന്നെ മടിച്ചേ ഇവള്. ഇപ്പം സർക്കാരിൻ്റെ സഹായം ചോദിച്ചുകൊണ്ട് വന്നേക്കാ അവള്. ചേച്ചി, അവിടെ ഇഷ്ടംപോലെ ഭൂമി കിടപ്പുണ്ട്, അവിടെ കൃഷി ചെയ്തിട്ടെന്നേ. ദേ അവസാനമായിട്ട് ഞാൻ പറയാ, ചേട്ടന് വേണമെങ്കിൽ പെൻഷൻ റെഡിയാക്കി തരാം. ഓക്കെ, സന്തോഷം. കൊള്ളാം, എല്ലാവരും ഇങ്ങനെയാ. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. അതെ, രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെയാ. രക്തസാക്ഷികൾക്കാ പ്രാധാന്യം, അല്ലാതെ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ മനുഷ്യരും നല്ലവരാകും. ഇത്തിരി എള്ളും ഇത്തിരി പച്ചരിയും രണ്ടതിൽ പൂവും, അത്രയും മതി. ഇതൊന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ച് അവരാരും വന്ന് പരാതിയും പറയുന്നില്ല. ലോകത്തിൽ കൂടുതൽ ആത്മാക്കൾക്കും ഇത് കിട്ടുന്നില്ലല്ലോ. പിന്നെ ആകെ സംവരണമുള്ള ഗ്രൂപ്പ് രക്തസാക്ഷികളാ. ആ പട്ടികയിലൊന്ന് പെട്ടാ പിന്നെ രക്ഷപ്പെട്ടു.